പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ നീ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതിൻ്റെ സ്വന്തം അടിച്ചു മാറ്റുന്ന ആളാണെങ്കിലേ, ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്? ദൈവം നിന്നെ തൻ്റെ മുത്തുകൾ, ഈ ദൈവത്തിൻ്റെ നിലപാട് കണ്ട, നിൻ്റെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്, വെളിപ്പെടുത്തി തരത്തില്ല. നീ അഹങ്കാരിയാണ്, തോന്നിവാസിയാണ്. നീ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളിൽ അത് നിൻ്റെ കഴിവായിട്ട് പ്രഖ്യാപിക്കുമെങ്കിൽ നിന്നെ പന്നിയായിട്ടാണ് ദൈവം ബ്രാൻഡ് ചെയ്യണത്. പിന്നെ നീ രക്ഷപ്പെടാനുള്ള വഴി ദൈവത്തെ അറിയാമെങ്കിലും നിൻ്റെ മുമ്പിൽ അത് ഇട്ട് തരത്തില്ല. കാര്യം എന്താണ്? നീ അത് രത്നം അടിച്ചു മാറ്റിയിട്ട് അത് നിൻ്റെ പേരിൽ നാളെ കൊട്ടിഘോഷിക്കപ്പെടും. അത് വെരി സീരിയസ് ഡേഞ്ചർ സോണാണത്. പ്രാർത്ഥിക്കുക, കർത്താവേ വിനയത്തോടെ അങ്ങയുടെ മുമ്പിലെ ആരാധനയോടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ വഴിമുട്ടി പോകുമ്പോഴേ വഴി തുറന്നു തരുന്ന റോമ 9:16 അടിയം പ്രാർത്ഥിക്കുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ അങ്ങയുടെ ദയ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ, അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടുകാരനെ കുറിച്ച് ദൈവം ഒരു ഓർമ്മ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണ്, അത് റീസെൻ്റായിട്ട് 6 മാസം മുമ്പ് പരിചയപ്പെട്ട ആളാണ്. ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇയാളെ നമ്പർ കയ്യിലുള്ളത് കാരണം ജസ്റ്റ് ഇയാളൊന്ന് വിളിച്ച്, ഞാനിങ്ങനെ ഒരു ട്രാപ്പിലാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ എടുത്ത വായിക്കും. അടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിങ് ഇട്ട് തരാൻ പറയും. കോടികളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ആ പ്രൈവറ്റ് കടങ്ങളെല്ലാം കൊടുത്തു വീട്ടാനും ബാക്കിയും കാശാടി മനുഷ്യൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അതുകൊണ്ടേ കൊടുത്തിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരെ 5 മാസത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്ത് കൈ ഇടിച്ച് കർത്താവിനെ തുടരുക. ഇത് കർത്താവിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കറിയാം. അദ്ദേഹം ആ ഒരാഴ്ച കൊണ്ടാണ് ജീവിതം ഇങ്ങനെ പെട്ടെന്ന് മാറിയണത്. അത് ഉടമ്പടി അല്ലാതെ മറ്റൊന്നുമല്ല നമുക്കറിയാം. എന്താ കാര്യം? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? റോമ 9:16 എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താ? അതാണ് വിഷയം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനമുണ്ട്. എന്താണത്? സങ്കീർത്തനം 103:18. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ കർത്താവേ നന്ദി. ഹല്ലേലൂയ യേശുവേ നന്ദി. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ആദ്യ വചനം എന്താണ്? 17 എന്താണ്? കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം അത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അതാ 18 പറയണത്. എന്താ പറയണത്? അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഈ 2 വചനം നമ്മൾ ലിങ്ക് ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഇപ്പൊ റോമ 9:16 പറഞ്ഞത് എന്താണ്?
എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർത്താവിൻ്റെ കാരുണ്യമാണ്. അതാണ് റോമ 9:16. അതിൻ്റെ കൂടെ ലിങ്കാക്കണത് എന്താണ്? സങ്കീർത്തനം 103:18 എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യം ആരുടെ മേലുണ്ടാവും? അവിടുത്തെ ഭക്തരുടെ മേൽ. പിന്നെ ആരുടെ മേലാണ്? അവിടുത്തെ ഉടമ്പടി അനുസരിക്കുന്ന വഴി. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉടമ്പടിയാണ്. കൈയടിച്ച് കർത്താവിനെ ഞങ്ങളെ സ്വന്തമാക്കി ഞങ്ങളോട് കരുണ കാണിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അതായത് ഇപ്പം നമ്മൾ ഒരു കൃത്യമായിട്ട് വളരെ ലോജിക്കായിട്ട് വിഷയം കണ്ടു. എന്താണ്? റോമ 9:15 ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരോട് കാരുണ്യം കാണിക്കുന്നു, അതുപോലെ ഇഷ്ടമുള്ളവരോട് അനുകമ്പ ചെയ്യും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായി മാറാൻ എന്താണ് നമ്മുടെ മാർഗം? അത് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി ദൈവത്തിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമ 9:16 പറയണത്. എന്താ പറയണത്? നിങ്ങളുടെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താണ്? സങ്കീർത്തനം 103:18 ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം അവിടുത്തെ ഉടമ്പടിയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എപ്പോഴും വരണത് ഒരു വിഷയം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് പെരുകുമ്പോഴാണ് ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് രൂപപ്പെട്ട് വരണത്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. ശ്രുതികട്ടെ മക്കളെ, നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വരുന്നത് ഉടമ്പടി പ്രകാരമാണ്. പക്ഷേ ഏത് കാലത്താണ് ഉടമ്പടി വരണത്? കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും പദ്ധതിയാണ് ഉടമ്പടി. അഥവാ കഷ്ടപ്പെടുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം വിഭാവന ചെയ്ത ദൈവത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 2:24. ശ്രുതികട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 2:24 ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞ് ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. കഷ്ടപ്പാടും ദിനാരോധന ഉടമ്പടിയുമായിട്ട് കണ്ടിരിക്കണേ. നമ്മൾ ഒരു ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം തീർച്ചയായിട്ടും ഉടമ്പടി ഓർക്കും. പറഞ്ഞു മനസ്സിലായ? നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഉടമ്പടി കാണേണ്ടത്. നിങ്ങൾ ഈ IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും മകളെ കെട്ടിക്കാനും വേണ്ടി പെട്ടെന്ന് തരികയുടെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾ പഴയ അതെല്ലാം കാര്യം കണ്ടു കഴിയുമ്പോൾ പഴയ ഉടായിപ്പായിട്ടൊക്കെ ജീവിച്ചാൽ നിങ്ങൾ ദൈവം ഓർക്കത്തില്ല. ഉടമ്പടി ഓർക്കാൻ പറ്റിയ, ദൈവം ഓർക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ട്. ഉടമ്പടിയുടെ രണ്ടാമത്തെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓർമ്മയാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കണത് പലപ്പോഴും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഓർക്കും. കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം അത് ഓർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കണമെങ്കിൽ ദൈവത്തിരുസന്നിധി ദൈവത്തെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി.
ശ്രുതികട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഞങ്ങളുടെ കഷ്ടതകളിലായിരുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 106:45 ഉടമ്പടി ഓർക്കുന്ന വിധം പറയുക. ഉടമ്പടി ദൈവം ഓർക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ജീവിതം ക്രമീകരിച്ച് പോണത്? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ ഉടമ്പടി ഓർക്കണം. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി ദൈവം ഓർക്കുമ്പോഴാണെന്ന് വീണ്ടും സങ്കീർത്തനം 106:45. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 106-ാം സങ്കീർത്തനം 45-ാം തിരുവചനം. അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. പറഞ്ഞേ, അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഇവിടെ. ആ ദൈവത്തിൻ്റെ മനസ്സലിയിപ്പിക്കുന്ന ഒരു സാക്ഷ്യം. അതായത് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാരണം അദ്ദേഹത്തിന് മക്കളില്ല. മനുവാണ്. മനുവിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, തീർത്ഥാടന ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടി. അദ്ദേഹം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവിടെയാണ് വിഷയം. ദൈവം നിങ്ങളുടെ ഉടമ്പടി ഓർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മനുഷ്യന്മാർ ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്ന രീതികളുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി കമ്പ്യൂട്ടറെ കുത്തി എടുക്കാൻ പോവുകയാണ്. എടുക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തോട് ഓൺലൈനായിട്ട് ബന്ധപ്പെടാൻ പോവുകയാണ്, ദൈവം എന്നെ സഹായിക്കുമെന്ന് ആ മനുഷ്യൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അറിവ് കൊടുക്കുകയാണ്. നമ്മുടെ മനസ്സ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെങ്കിലേ നമുക്കറിയാൻ പറ്റും. അതൊരു അഭിഷേക ലെവലിൽ വന്നാൽ കിട്ടിയാൽ മതി. നമ്മളിത് കഴിഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണില്ല, തിരക്കണില്ല. നമ്മൾ പഴയതുപോലെ പന്നിയുടെ ജീവിതമാണെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. കാര്യം ഓർപ്പിക്കണതിൻ്റെ പ്രശ്നം ആ ഫാക്കൽറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും വേറെയാണ്. പരിശുദ്ധാത്മാവാണ്, അതാണ് വിഷയം. പരിശുദ്ധാത്മാവ് ഓർമ്മയുമായിട്ടാണ് ബന്ധം. ഈശോ അത് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 16:26. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി കർത്താവേ. 14:26 യോഹന്നാൻ. എന്നാൽ ഇത് പറഞ്ഞേ, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാണ്? സഹായൻ. എന്ത് സഹായമാണ് ചെയ്യണമെന്ന് താഴെയുണ്ട്, ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ,